പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെങ്കിലും ഈ കേസിൽ ഇന്നും ഈ നാട്ടിൽ രണ്ട് പക്ഷമുണ്ട്. വൈകി വന്ന നീതി പോലെ രാഹുൽ മാങ്കൂട്ടത്തിലിന് ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി വന്നിരിക്കുകയാണ്. പീഡനം നടന്നിട്ടില്ലെന്നും അത് തെളിയിക്കുന്ന രേഖകൾ സമർപ്പിക്കാമെന്നുമുള്ള രാഹുലിന്റെ അപേക്ഷ ഹൈക്കോടതി അംഗീകരിച്ചതോടെയാണ് രാഹുൽ സ്വതന്ത്രനാകുന്നത്. തനിക്കെതിരെ ഉയർന്ന ആരോപണം ബലാത്സംഗമായി കണക്കാക്കാനാകില്ലെന്നും പരാതി നൽകിയത് യഥാർത്ഥ രീതിയിലൂടെയല്ലെന്നുമാണ് രാഹുലിന്റെ ഹർജിയിലെ വാദങ്ങൾ. ഈ വാദങ്ങൾ ഇപ്പോൾ കോടതി അംഗീകരിക്കുകയായിരുന്നു. യുവതി മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയത്. ഈ പരാതിയെ ഖണ്ഡിക്കുന്ന നടപടികളാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ലെന്നും ഹർജിയിൽ പറയുന്നുണ്ടായിരുന്നു. പരാതിക്കാരിയുമായുള്ള ലൈംഗിക ബന്ധം ഉഭയകക്ഷി സമ്മതപ്രകാരം ഉണ്ടായതാണെന്നും വർഷങ്ങളോളം നീണ്ടുനിന്ന ബന്ധം തകർന്നപ്പോൾ ബലാത്സംഗ കേസായി മാറിയതാണെന്നും ഹർജിയിൽ രാഹുൽ പറയുന്നു. ഈ വാദവും ഹൈക്കോടതി അംഗീകരിച്ചതായി കാണാം. ഒളിവിൽ പോയി 10ാം ദിവസമാണ് രാഹുലിന് അനുകൂലമായി ഒരു വിധി വരുന്നത്. പാലക്കാടും തമിഴ്നാട്ടിലും കർണാടകയിലും രാഹുലിനായി ഊർജിത അന്വേഷണം നടക്കുമ്പോഴാണ് ഹൈക്കോടതി ഇടപെട്ടത്. രാഹുലിനെതിരെയുള്ള രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ പരാതിക്കാരി മൊഴി നൽകാമെന്ന് കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുണ്ട്. അതിനിടയിൽ ലഭിച്ച അനുകൂല തീരുമാനത്തോടെ രാഹുൽ സ്വതന്ത്രനാവുകയാണ്. ഒളിവ് ജീവിതം തുടരാൻ രാഹുലിന് കൃത്യമായ സഹായം ലഭിക്കുന്നുണ്ടെന്നാണ് വിവരം. അതുകൊണ്ട് തന്നെയാണ് പോലീസ് എത്തുന്നതിനു മുൻപേ പല സ്ഥലങ്ങളിൽ നിന്നും രാഹുലിന് രക്ഷപ്പെടാൻ സഹായകമാകുന്നതെന്നാണ് വിലയിരുത്തൽ. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ ചിലർ തന്നെ രാഹുലിന് ഒളിവ് ജീവിതത്തിന് സഹായം നൽകുന്നുവെന്നും പറയുന്നുണ്ട്. നിർബന്ധിത ഭ്രൂണഹത്യ ചെയ്യപ്പെട്ട യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ ദിവസം യുവനടിയുടെ കാറിൽ പാലക്കാട് നിന്ന് രക്ഷപ്പെട്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. CCTV ക്യാമറകളുള്ള റോഡുകൾ പരമാവധി ഒഴിവാക്കിയായിരുന്നു രാഹുലിന്റെ യാത്ര. ആദ്യം കോയമ്പത്തൂരിലും തുടർന്ന് കർണാടക തമിഴ്നാട് അതിർത്തിയായ ബാംഗ്ലൂരിലെ റിസോർട്ടിലും ഒളിവിൽ കഴിഞ്ഞതായാണ് സൂചന. ഇവിടേക്ക് പോലീസ് എത്തുന്നുവെന്ന് അറിഞ്ഞതോടെ ബാംഗ്ലൂരിലേക്ക് കടക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. എന്നാൽ ബാംഗ്ലൂരിൽ അന്വേഷണ സംഘം എത്തുന്നതിന് മുൻപേ രാഹുൽ രക്ഷപ്പെടുകയും ചെയ്തുവെന്നാണ് വിവരം. എന്നാൽ ആഡംബര സൗകര്യത്തോടെ തന്നെയാണ് രാഹുലിന്റെ ഒളിവ് ജീവിതം എന്നും പറയുന്നുണ്ട്. രാഷ്ട്രീയ ബന്ധമുള്ള അഭിഭാഷകയുടെ സഹായത്തോടെ 2 ദിവസം രാഹുൽ ബാംഗ്ലൂരിലെ ആഡംബര വില്ലയിൽ താമസിച്ചിരുന്നതായാണ് വിവരം. പോലീസിന്റെ പിടിയിൽപ്പെടാതെ രക്ഷപ്പെടാൻ രാഹുലിന് കാറുകൾ മാറി മാറി നൽകുന്നത് ബാംഗ്ലൂരിലെ റിയൽ എസ്റ്റേറ്റ് വ്യവസായികളാണെന്നും പറയുന്നുണ്ട്. കർണാടകയിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് രാഹുൽ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത്. ഇതോടെ കേരള പോലീസ് ആകെ വിറളി പിടിച്ച അവസ്ഥയിലാണ്. അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതി ഉപാധികളോടെ രാഹുലിന് ജാമ്യം നൽകുവാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത്.